സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ നമോ, ദേവി നാരായണ നമോ, ലക്ഷ്മി നാരായണ നമോ, ഭദ്രേ നാരായണ നമോ. ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് ഒരു ദൃശ്യാവിഷ്കാരം ന്യൂ ബോംബെ കേരളീയ സമാജത്തിൻ്റെ വാർഷികാഘോഷവേളയിൽ അവതരിപ്പിച്ചത്. ചെണ്ട ഇടയ്ക്ക അനിൽ പൊതുവാൾ ഡോംബിവില്ലി. സംഗീതം നൽകി സംവിധാനം ചെയ്തിരിക്കുന്നത് വൈക്കം ഉണ്ണികൃഷ്ണൻ നായർ ഡോംബിവില്ലി. ഭൂതപ്പാട്ട്. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്ന് ഓട്ടു ചിലമ്പിൻ കലമ്പലുകൾ. അയ്യയ്യ വരവമ്പിളിപ്പൂല നെയ്കിലണിഞ്ഞ കരിമ്പൂതം കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കലപല പാടും പണ്ടങ്ങൾ അഴകിലടുക്കണി ചായക്കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം ചെപ്പിണ ചെമ്മണി കുത്തുമുലകളിൽ ചേലിലിഴയും പൂമാലം പുറവടി വാപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാകുഴൽ മുട്ടോളം ചോപ്പുകൾ മീതെ ചാർത്തി അരമണി കെട്ടിയ വെള്ള പാവാട അയ്യയ്യ വരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം എവിടെ നിന്നാണ് വരുന്നത് എന്നല്ലേ? പറയന്റെ കുന്നിന്റെ അങ്ങേ ചെരുവിലെ പാറക്കെട്ടിനടിയിൽ കിളിവാതിലിൽ കൂടി തുറുകണ്ണും പായിച്ചു പകലൊക്കെ പാർക്കുന്നു ഭൂതം. കൈകളെ മേയ്ക്കുന്ന ചെക്കന്മാരും ചെക്കി പച്ചില പൂന്തണൽ പോകും
മുറുക്കാനെടുത്ത് കൊടുത്താൽ മതി. വഴിയൊക്കെ തെളിഞ്ഞു കാണും. ഭൂതം വന്ന് ആ മുറുക്കാനെടുത്ത് മുറുക്കി തെച്ചിപ്പൊന്തയിലേക്ക് പാറ്റി ഒരു തുപ്പും തുപ്പും. അതുകൊണ്ടാണല്ലോ ഈ തെച്ചിപ്പൂവൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കുന്നത്. നിശൂന്യത നടമാടും ആതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം. തലമുടിയും വേറെടുത്തല സമീവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും. നേരവും നിലയും വിട്ടാ വഴി പോം അവളാകർഷിച്ചതിശരുളും 7 നില മാളികയായി തോന്നും കരിമ്പനമേലവരെ കേട്ടി കുരലിൽ വയ്ക്കും. തഴുകി ഉറങ്ങിടുമാ തരുണനുടെ ഉപ്പേറും കുരുതി അവൾ നൊട്ടി ഉണർത്തിറക്കും. പറയന്റെ കുന്നിന്റെ മറ്റേ ചെരുവിലെ പാറകളിൽ ചിഹ്നം മൂടിയുമെല്ലും. ഈ അസത്വഭൂതത്തിന് നമ്മൾ എന്തിനാണ് നെല്ലും അരിയും ഒക്കെ കൊടുക്കുന്നത് എന്നല്ലേ? ആവൂ, കൊടുക്കാഞ്ഞാൽ പാപമാണ്. ഇതൊക്കെ ഭൂതം പണ്ട് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോൾ അത് ആരെയും ഉപദ്രവിക്കാറില്ല. കേട്ടോളൂ. ആറ്റിൻവക്കത്തെ മാളിക വീട്ടിലെന്നാച്ചു നോക്കിറ്റോരും നീതിരന്നു. ഉണ്ണിക്കരയിലും ചിന്നിടി പൊന്നും കുന്തുണ്ണിക്കും കാതിൽ കൂടെ കടുക്കൻ. ആറ്റിൻവക്കത്തെ മാളിക വീട്ടിലെന്നാച്ചു നോക്കിറ്റോരും നീതിരന്നു. പാപ്പ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നമ്മേലി. കാത്തിയ മോരോടി ചൊട്ടി പഠിച്ചിട്ട് കാക്കയും പൂച്ചയും പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിട്ട് മാമ കൊടുക്കുന്നു നമ്മേലി. മാമ കൊടുക്കുന്നു നമ്മേലി. താടി വെച്ചാലും ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ തീനരിച്ചാലോ തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ട് തങ്കക്കട്ടിലിൽ പട്ടൂതിരിച്ചിട്ട് തനതന പൂങ്കൂട തട്ടിയുറത്തിയിട്ട് ചാഞ്ഞുമയങ്ങുന്നു നമ്മേലി. ചാഞ്ഞുമയങ്ങുന്നു നമ്മേലി. ഉണ്ണി 7 വയസ്സു കഴിഞ്ഞു. കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. വെള്ളപ്പുൽത്തീര ഇത്തിരിക്കുംഭമേൽ പുള്ളിയിലക്കരമുണ്ടു മൂടുപ്പിച്ചു. വള്ളികൾ കൂട്ടി കുടുമായം കെട്ടിച്ചു. വെള്ളപ്പൂങ്കവിൽ മെല്ലെ തുടച്ചിട്ട് കയ്യിൽ പൊൻപീടി കൊച്ചെഴുത്താണിയും മൈയിട്ടേറെ മീനുക്കിയോടുലയും അങ്ങനെ അങ്ങനെ നീങ്ങിപ്പോമൊരു തങ്കക്കൂടത്തിനെ വയലിന്റെ മൂലയിൽ ഇടവഴി കേറുമ്പോൾ പടപന്തൽ പോലുള്ളോരയായും ചോടെത്തി വരെ കുരയുന്നു നോക്കുന്നു
നങ്ങേലി പടിപ്പുരയുന്നു നോക്കുന്നു നങ്ങേലി കുന്നിൻ മോളിലേക്കുണ്ണി കയറി കന്നും പൈക്കളും മേയുന്ന കണ്ടു തെച്ചിപ്പൂവുകൾ പച്ചപ്പടർപ്പിൽ നിന്നെത്തി നോക്കി ചിരിക്കുന്ന കണ്ടു മൊട്ടപ്പാറയിൽ കേറിയോരാട്ടിൻ പറ്റം തുള്ളിക്കളിക്കുന്ന കണ്ടു കുന്നും പുന്നയും പൂത്തതിൽ വണ്ടുകളെങ്ങും പാറിക്കളിക്കുന്ന കണ്ടു കുന്നിൻ മോളിലേക്കുണ്ണി കയറി കുന്നിൻ മോളിലേക്കുണ്ണി കയറി അവിടന്നും മെല്ലെ നടന്നാലും നീ പറയന്റെ മണ്ഡപം കണ്ടാലും നീ പറയന്റെ കുന്നിന്റെ മറ്റേ ചെരുവിലേക്കുരസിറങ്ങി നടന്നാലും നീ പാറക്കെട്ടിന്റെ കൊച്ചു പിളപ്പിലെ കിളിവാതിലപ്പോൾ തുറന്നു ഭൂതം ആട്ടിനൊളിച്ചെത്തും ആമ്പൽ പൂപോലെ ആടി കുഴഞ്ഞെത്തുമമ്പിളിക്കല പോലെ പൊൻകുടം പോലെ പൂവമ്പഴം പോലെ പോന്നു വരുന്നോനെ കണ്ടു ഭൂതം ഭൂതത്തിനുള്ളിലൊരു കിളി തോന്നി ഭൂതത്തിൻ മാറത്ത് കോരിക്കളിച്ചു ഭൂതമോരോണപ്പെൺകിടാവായി ഭൂതമരത്തിന്റെ ചൂട്ടിലും നിന്നു എന്നിട്ട് ഭൂതം ഉണ്ണിയോട് കൊഞ്ചിക്കൊണ്ട് പറയുകയാണ് പൊന്നുണ്ണി പൂങ്കരളി പൂനണയും പൊൻകതിരെ ഊടയേഴും കാണികളി കാട്ടിലേറിഞ്ഞും കളയും കാട്ടിലേറിഞ്ഞണയുകീല് കലഹിക്കും ഗുരുനാഥൻ ഉത്തമരച്ചോട്ടിലീരും നൊളി നെയ്യും പെൺകൊടിയേ പൊന്നുണ്ണി പൂങ്കരളി പൂനണയും പൊൻകതിരെ കണ്ടോടി വടിവിലേഴും നീലക്കല്ലോലകളി മാന്തണലിൽ പൂമുല്ല എലിമുല്ല പൂമുനയാൽ പൂന്തണലിൽ ചെറുകാറ്റ് തിവിടേഴും എഴുതാനും മൂലയേഴും കാണികളി കാട്ടിലേറിഞ്ഞും കളയും കൂട്ടമരച്ചോട്ടിലീരും തൊളി നെയ്യും പെൺകൊടിയെ ഓലയേഴു താണികളെ കാട്ടിലീതാ ഞാൻ കളവൂ. എഴുത്താണി ഇരുമ്പല്ലേ, അത് പിടിവിട്ടപ്പോൾ ഭൂതം വന്ന് ഉണ്ണിയെ കൂട്ടിക്കൊണ്ടങ്ങോട്ടു പോയി.